ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഫീറ്റൽ സർക്കുലേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫീറ്റൽ സർക്കുലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളുടെ ഒരു നോർമൽ സർക്കുലേഷൻ എങ്ങനെയാണെന്നും ഫീറ്റൽ സർക്കുലേഷനുമായിട്ട് എങ്ങനെ ഇത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു എന്നും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇതൊരു ഹാർട്ടാണ്. ഈ ഹാർട്ടിൽ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഓക്കെ, ആൻഡ് ഈ ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് സൈഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഹാൻഡിൽ ചെയ്യുന്നു. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ നോർമലി ഒരു കണക്ഷനും ഇല്ല. ഇനി ഇത് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി ഒരു കാർഡിയാക് സൈക്കിളിൽ നമ്മൾ സാധാരണ ലെഫ്റ്റ് വെൻട്രിക്കിൾ മുതലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട വഴി ബോഡിയിലേക്ക് പോകുന്നു. അയോർട്ട ഈസ് ദി മേജർ ആർട്ടറി വിച്ച് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി ഈ അയോർട്ടയിലൂടെ പോകുന്ന ബ്ലഡ് പല ആർട്ടറീസ്, ആർട്ടീരിയോൾസ് വഴി ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നു. അവിടുന്ന് കാപ്പിലറീസ്, അത് കഴിഞ്ഞ് വെന്യൂൾസ്, സ്മോളർ വെയിൻസ് വഴി തിരിച്ച് രണ്ട് മേജർ വെയിൻസ് ഉണ്ട്. ഒന്ന് ഇൻഫീരിയർ വീനക്കാവ ആൻഡ് മറ്റേത് സുപ്പീരിയർ വീനക്കാവ. ഈ രണ്ട് വെയിൻസ് വഴി ഇത് തിരിച്ച് റൈറ്റ് ഏട്രിയത്തിൽ എത്തും. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി വഴി ഇത് ലങ്സിലേക്ക് പോകുന്നു. ലങ്സിലാണ് ഓക്സിജനേഷൻ നടക്കുന്നത്. ഓക്സിജനേഷൻ നടന്നതിന് ശേഷം ഈ ബ്ലഡ് പൾമിനറി വെയിൻസ്, 4 പൾമിനറി വെയിൻസ് ആണുള്ളത്. ഈ പൾമിനറി വെയിൻസ് വഴി ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പൾമിനറി ആർട്ടറി ക്യാരീസ് deoxygenated blood to the veins, to the lungs, and pulmonary veins carry oxygenated blood to the left atrium. Okay, so that is again another important thing in objective type questions, so please remember that. Then ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന ബ്ലഡ് വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ പോകുന്നു, വീണ്ടും അയോർട്ട വഴി തിരിച്ച് ബോഡിയിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പുറത്തുനിന്ന് വേറെ എക്സ്ട്രാ ബ്ലഡോ അല്ലെങ്കിൽ എക്സ്ട്രാ ഹെൽപ്പോ ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഫീറ്റൽ സർക്കുലേഷനിൽ അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ആ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫീറ്റൽ സർക്കുലേഷനിൽ ഈ ലങ്സ് ഓക്സിജനേഷൻ നടത്തുന്നില്ല, അല്ലെങ്കിൽ ലങ്സ് നമ്മൾ ശ്വസിക്കുന്നില്ല, ഫീറ്റസ് ശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓക്സിജനേഷൻ ലങ്സിൽ കൂടെ നടക്കുന്നില്ല. അതിന് പകരം ഓക്സിജനേറ്റഡ് ബ്ലഡ് ഒരു ഫീറ്റസിന് ലഭിക്കുന്നത് അതിൻ്റെ അമ്മയിൽ നിന്നാണ്, ത്രൂ പ്ലാസെൻഡ. നമുക്കറിയാം പ്ലാസെൻഡ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ വിച്ച് കണക്ട്സ് മദർ വിത്ത് ദ ബേബി. ഇപ്പൊ ഇവിടെ ഒരു പ്ലാസെൻഡയിൽ നിന്ന് അംബിലിക്കൽ കോഡ് വഴി ആണ് ബ്ലഡ് ഫീറ്റസിലേക്ക് എത്തുന്നത്. ഒരു അംബിലിക്കൽ കോഡിൽ 3 വെസൽസ്, ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. അവിടെ 2 അംബിലിക്കൽ ആർട്ടറീസും 1 അംബിലിക്കൽ വെയിനും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഈ അംബിലിക്കൽ വെയിൻ ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫീറ്റസിന്റെ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. അംബിലിക്കൽ വെയിൻ ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫീറ്റസിന്റെ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ഈ അംബിലിക്കൽ വെയിനും ഈ ഇൻഫീരിയർ വീനക്കാവ, അംബിലിക്കൽ വെയിൻ ഇൻഫീരിയർ വീനക്കാവയിലേക്കാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ആ കണക്ഷന് പറയുന്ന പേരാണ് ഡക്ടസ് വീനോസസ്. ഓക്കെ, ഇറ്റ് കണക്ട്സ് 2 veins, that's why. അപ്പൊ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം, അംബിലിക്കൽ വെയിനും ഇൻഫീരിയർ വീനക്കാവയും is connected by ductus venosus. അങ്ങനെ ഇൻഫീരിയർ വീനക്കാവയിൽ എത്തിയ ബ്ലഡ്, നമുക്കറിയാം ഇൻഫീരിയർ വീനക്കാവ ഈസ് ഓപ്പൺ ടു ദ റൈറ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയത്തിലേക്ക് ചെല്ലുന്നു. ഇനി ഈ റൈറ്റ് ഏട്രിയത്തിൽ വന്ന ബ്ലഡ് സ്വാഭാവികമായിട്ടും റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ ഫീറ്റൽ സർക്കുലേഷനിൽ ഇവിടെ വരുന്ന ബ്ലഡിന്റെ ഒരു 75% ഓഫ് ദ ബ്ലഡ് ഗോസ് ടു ലെഫ്റ്റ് ഏട്രിയം ത്രൂ എ ഫൊറാമൻ ഓവെയിൽ. ഫൊറാമൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ഓപ്പണിംഗ് എന്താണ്. ഇവിടെ ഈ 2 ഏട്രിയത്തിനും ഇടയ്ക്ക് ഉള്ള ഈ കണക്ഷനെ പറയുന്ന പേരാണ് ഏട്രിയൽ സെപ്റ്റം. ഈ ഏട്രിയൽ സെപ്റ്റത്തിൽ കൂടി, ഏട്രിയൽ സെപ്റ്റത്തിൽ ഉള്ള ഒരു
ഫൊറാമൻ ഒരു ഓപ്പണിംഗ് ആണ് ഫൊറാമൻ ഒവേൽ. ഈ ഫൊറാമൻ ഒവേൽ വഴി ഈ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്ന ബ്ലഡ് വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ട വഴി ബോഡിയിലേക്ക് പോകുന്നു. അവിടെയും തീർന്നില്ല. അവിടെ ഇത് അയോർട്ട, ഇത് പൾമനറി ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ഈ അയോർട്ടയും പൾമനറി ആർട്ടറിയും തമ്മിൽ അവിടെ മറ്റൊരു കണക്ഷൻ, അതിന്റെ പേരാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. രണ്ട് ആർട്ടറീസ് തമ്മിലുള്ള കണക്ഷന്റെ പേരാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പോൾ ഈ ഡക്ടസ് ആർട്ടീരിയോസസിൽ കൂടി ഈ പൾമനറി ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് അയോർട്ടയിലേക്ക് പോകുന്നു. പൾമനറി ആർട്ടറി എവിടെ നിന്ന് വരുന്നതാണ്? റൈറ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നതാണ് പൾമനറി ആർട്ടറി. ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്കാണ് പുറത്തു നിന്ന് ബ്ലഡ് വരുന്നത്. അപ്പോൾ ഫീറ്റസിൽ ഈ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഹാസ് ഇൻക്രീസ്ഡ് പ്രഷർ. അപ്പൊ അതുകൊണ്ട് തന്നെ പൾമനറി ആർട്ടറിയിലാണ് കൂടുതൽ പ്രഷർ. അപ്പൊ അതുകൊണ്ട് പൾമനറി ആർട്ടറിയിൽ നിന്ന് അയോർട്ടയിലേക്ക് കുറച്ച് ബ്ലഡ് വീണ്ടും പോകുന്നു. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു ഒരു 75% ഓഫ് ദ ബ്ലഡ് ഗോസ് ടു ലെഫ്റ്റ് ഏട്രിയം എന്ന് പറഞ്ഞു. 25% വിച്ച് കംസ് ടു റൈറ്റ് വെൻട്രിക്കിൾ കംസ് ത്രൂ ദിസ് പൾമനറി ആർട്ടറി. അതിൽ നിന്ന് വീണ്ടും കുറച്ച് ബ്ലഡ് വീണ്ടും അയോർട്ടയിലേക്ക് പോയി ജനറൽ സർക്കുലേഷനിലേക്ക് പോകുന്നു. ഇനി ഈ പൾമനറി ആർട്ടറിയിലുള്ള കുറച്ച് ബ്ലഡ് അത് ലങ്സിലേക്ക് പോയി ലങ്സിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാൻ വേണ്ടി ലങ്സിലേക്ക് വളരെ ചെറിയ അളവിൽ ബ്ലഡ് പോകുന്നു. പിന്നെ ഈ അയോർട്ടയിലേക്ക് വന്ന ബ്ലഡ് ഈ ബോഡിയിലെ മറ്റു ഓർഗൻസിലോട്ട് ഒക്കെ പോയതിനു ശേഷം അവിടെ നിന്ന് 2 അംബലിക്കൽ ആർട്ടറീസ് വഴി തിരിച്ച് പ്ലാസന്റയിലേക്ക് എത്തുന്നു. ഇതാണ് ഫീറ്റൽ സർക്കുലേഷൻ. ഓക്കെ, ഇനി വൺസ് ബേബി പുറത്തു വന്നതിന് ശേഷം ബേബി ഉറക്കെ കരയുമ്പോൾ, നമ്മളത് സാധാരണ പറയുന്നത് കൊച്ചു ഉറക്കെ കരയണം. അപ്പോൾ അങ്ങനെ ഉറക്കെ കരയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എയർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എയർ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലങ്സിലേക്കാണ് എയർ ചെല്ലുന്നത്. അപ്പോൾ ഈ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ലങ്സിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ഈ പൾമനറി വെയിൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പൾമനറി വെയിൻസിൽ കൂടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്ന പൾമനറി വെയിൻസ്, അപ്പം പൾമനറി വെയിൻസിൽ പ്രഷർ കൂടുമ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് ഇരച്ചു വരുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യും ദാൻ റൈറ്റ് സൈഡ്. അത് മാത്രമല്ല, ഈ വൺസ് ദ ബേബി ഈസ് ബോൺ, നമ്മൾ ഒരു അല്പസമയം കഴിയുമ്പോഴത്തേക്കും ഈ അംബിലിക്കൽ കോഡ് നമ്മൾ കട്ട് ചെയ്യുന്നു. പിന്നെ പ്ലാസന്റയുമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ പ്ലാസന്റ വഴി വന്നുകൊണ്ടിരുന്ന ബ്ലഡ് സ്റ്റോപ്പ് ആകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റൈറ്റ് സൈഡിലെ പ്രഷർ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ഈ ഫൊറാമൻ ഒവേൽ ക്ലോസ് ആകുന്നു. ഓക്കെ, ഇനി ഫൊറാമൻ ഒവേൽ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അത് സ്ട്രക്ചറലി ക്ലോസ് ആകുന്നില്ല, ഒരു ഫങ്ഷണൽ ക്ലോഷർ ആണ് അവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ റൈറ്റ് ടു ലെഫ്റ്റ് പാസിംഗ് ഓഫ് ബ്ലഡ് വിൽ ബി സ്റ്റോപ്ഡ്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെ ബ്ലഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു ഫങ്ഷണൽ ക്ലോഷർ സംഭവിക്കുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ട്രക്ചറൽ ക്ലോഷറും സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡക്ടസ് ആർട്ടീരിയോസസ് വിച്ച് കണക്ട്സ് പൾമനറി ആർട്ടറി ആൻഡ് അയോർട്ട, ഇതും ഈ ഡക്ടസ് ആർട്ടീരിയോസസും ഇവിടെയും വീണ്ടും ആ പ്രഷർ ഡിഫറൻസ് വരുന്നു. നേരത്തെ ഫീറ്റൽ ലൈഫിൽ പൾമനറി ആർട്ടറിയിൽ കൂടുതൽ പ്രഷറും അയോർട്ടയിൽ കുറവ് പ്രഷറുമായിരുന്നു. പക്ഷെ ആഫ്റ്റർ ബർത്ത് പെട്ടെന്ന് ഈ അയോർട്ടയിലെ പ്രഷർ കൂടുന്നു. അപ്പോൾ again that will lead to a functional closure of the ductus arteriosus. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ 3 സ്ട്രക്ചേഴ്സ്. ഇതാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഡക്ടസ് വീനോസസ് കണക്റ്റിംഗ് അംബലിക്കൽ വെയിൻ ആൻഡ് ഇൻഫീരിയർ വീന കാവ. പിന്നെ ഒരു ഫൊറാമൻ ഒവെയിൽ ഉണ്ട്. ഫൊറാമൻ എന്ന് വെച്ചാൽ ഒരു ഓപ്പണിംഗ് ആണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ ഏട്രിയൽ സെപ്റ്റം വിച്ച് കണക്ട്സ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. പിന്നെ മൂന്നാമത്തത് ഡക്ടസ് ആർട്ടീരിയോസസ് വിച്ച് ഈസ് കണക്റ്റിംഗ് ബിറ്റ്വീൻ പൾമനറി ആർട്ടറി ആൻഡ്
അയോർട്ട. ഓക്കെ, ഫീറ്റൽ സർക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ